മൈ ഗൈസ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. സോ ഗൈസ്, നമ്മൾ ഇന്ന് എവിടെ ഖത്താറയിലാണ് പോകുന്നത്. ഞങ്ങൾ ചെറി ബ്ലോസം പൂത്തിട്ടുണ്ട് എന്നാ പറഞ്ഞത്. ഞങ്ങളൊരു വീഡിയോയിൽ കണ്ടതാണ് ടിക്ടോക്കിൽ. അന്നേരം അത് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഞങ്ങൾ അമ്മ വണ്ടി എടുക്കാൻ പോയി. നമ്മളിന്ന് നൈസിന് അമ്മേനെ സോപ്പിട്ട് അമ്മയുടെ മുടിയൊക്കെ വെട്ടിച്ച് സുന്ദരി കുട്ടപ്പി ആക്കിയിട്ടുണ്ട്. അമ്മയുടെ മുടി ഇതാണൊക്കെ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെന്താ, ഞാൻ കാണിച്ചു തരാം. ഇപ്പം പുറത്തോട്ടിറങ്ങുക. അമ്മ വണ്ടി എടുക്കാൻ പോയി. അമ്മേനെ കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ കഥാനായിക കണ്ടോ, അമ്മയുടെ മുടിയൊക്കെ വെട്ടിയത് സുന്ദരിയായിട്ടുണ്ട്. ക്ലോസ് ലുക്ക് ബാക്കിയൊന്നും ഇവിടെ നിന്ന് വന്നേ. ഇന്ന് തെച്ചു എത്ര ഡാൻസ് കളിക്കും? തെച്ചുവേ എത്ര ഡാൻസ് കളിക്കും തെച്ചു? ഹോട്ട് എയർ ബലൂൺ പോകുന്നത് കണ്ടോ? അയ്യോ, കൊള്ളാല്ലേ. രാത്രിയായപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ. ലൈക്ക് ഒരു മൂൺ നിൽക്കുന്ന കണക്കുണ്ടല്ലേ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക്. രസമുണ്ട്. ഇന്നിപ്പോ എവിടോട്ടാ അവന്തി നമ്മൾ പോകുന്നേ? ഞാൻ ആക്ച്വലി പറഞ്ഞായിരുന്നു ചെറി ബ്ലോസം പൂത്തിട്ടുണ്ട് എന്ന് നമ്മൾ ടിക്ടോക്കിലൊരു വീഡിയോയിൽ കണ്ട്. അപ്പം അവിടേക്കാണ് പോകുന്നത്. പിന്നെ വേറൊരു സ്ഥലത്തും കൂടെ ഞാൻ കൊണ്ടുപോവാം. പിയാനോ സ്റ്റെപ്പ് കാണിക്കാൻ പോവാം. ആ സ്റ്റെപ്പിൽ ഇങ്ങനെ ചവിട്ടുമ്പോഴത്തേന് പിയാനോയ്ക്കകത്ത് പിയാനോ പോലെ തന്നെയാണ് ഓരോ സ്റ്റെപ്പിലും അതിനകത്തുള്ള ഓരോ മ്യൂസിക്. അത് ഞാൻ കൊണ്ട് കാണിച്ചു തരാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മളവിടെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് പോയപ്പം രാവിലെയാണ് പോയത്. രാവിലെ 10 മണി മുതലാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഒരിക്കൽ പോയിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ചവിട്ടി നോക്കിയായിരുന്നു. അത് കറക്റ്റായിട്ട് എന്തോ പിയാനോൻ്റെ പോലെ തന്നെ സ്റ്റെപ്പിലെ പോലെ അല്ല, മ്യൂസിക് തന്നെ കേൾക്കും. പക്ഷെ പകൽ ഇവർ കാണാത്തതുകൊണ്ട് ഇവരെയും കൂടെ കൊണ്ട് കാണിക്കാം. ഇതെല്ലാം ഏകദേശം ഒരേ സ്ഥലത്തൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്കവിടെ പോവാം. ഞാനാണ് ആക്ച്വലി ഈ പിയാനോ സ്റ്റെപ്പ് കണ്ടുപിടിച്ച് കൊടുത്തത് അമ്മയ്ക്ക്. ഞാൻ ഇൻസ്റ്റയിൽ ഒരു റീൽ ഇങ്ങനെ കണ്ടിട്ട്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയായിരുന്നു. പക്ഷെ കണ്ടില്ല. ഇതാണ് ദോഹയുടെ ഹാർട്ട് എന്ന് പറയുന്ന സ്ഥലം. നമ്മൾ വന്നിട്ട് പ്രോപ്പർ ദോഹയിൽ തന്നെയാണ്. നല്ല ഭംഗിയുണ്ട്. കുറച്ച് നേരത്തെ വീഡിയോ എടുക്കാമായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. അപ്പോൾ ഇപ്പം മൊത്തം മതിലായി. നമ്മൾ ഉച്ചയ്ക്ക് ഇറങ്ങിയതായിരുന്നു. അപ്പം റോഡിൽ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം എന്തുകൊണ്ട് ഇപ്പം ഭയങ്കര തിരക്കായി. മിക്കവാറും എല്ലാവരും ഇത് ചെറി ബ്ലോസം തന്നെ കാണാൻ പോവാണോ എന്ന് ഡൗട്ടില്ലാതില്ല. ഇല്ലേ അമ്മ? ഉച്ചയ്ക്ക് ഭയങ്കര ചൂടായിരുന്നു. ഇപ്പം ഈവനിങ് ആകുമ്പോഴത്തേന് ആവിയില്ല, ഈ ഹ്യൂമിഡിറ്റി ഇല്ല, ഭയങ്കര വെയിലും ഇല്ല. അപ്പം എല്ലാവരും ഇറങ്ങിയിരിക്കുകയാണ്. മിക്കവാറും അതെല്ലാം അവിടെ ചെല്ലുമ്പോഴത്തേന് നമുക്ക് പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. അത്രയും തിരക്കുണ്ട് റോഡിൽ. ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. എന്താണ് പറയാനുള്ളത്? എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ചെറി ബ്ലോസം കാണണമെന്ന്. കുറേ നാളുകൊണ്ട് ഞാൻ ഈ കേഡ്രാമയിലൊക്കെ കണ്ട് ശീല ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ചെറി ബ്ലോസം ഒന്ന് കാണണമെന്നായിരുന്നു. കാണുമ്പോൾ ഉള്ള റിയാക്ഷൻ ആയിരിക്കും രസം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചിക്ക് ഇഷ്ടമാണോ? അയ്യേ, എനിക്ക് റിയൽ കാണണ്ട. ഇത് ഞാൻ ഇൻസ്റ്റയിലൊക്കെ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒറിജിനൽ അല്ല, ആർട്ടിഫിഷ്യൽ ആണെന്നാണ് ഞാൻ കണ്ടത്. ഇനി എന്തായാലും നേരി ചെല്ലുമ്പോൾ അറിയാം എന്താണ് എന്നുള്ളത്. മറ്റേ ആർട്ടിഫിഷ്യൽ ആണെങ്കിലും ഒറിജിനലെ പോലെ ഇരിക്കുകയാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. എന്തായാലും നമുക്ക് കാണാം, എല്ലാവരും നമുക്ക് കാണിച്ചു കൊടുക്കാം. ഓക്കെ.
ഗായ്സ്, നമുക്ക് ചെറുതായിട്ട് ഇച്ചിരി വലിയ ഒരു പണി കിട്ടിയിട്ടുണ്ട്. കാര്യം ഇവിടെ ഭയങ്കര തിരക്ക്. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. പാർക്കിംഗ് എന്താകുമോ എന്തോ. അതുകൊണ്ടേ കണ്ടോ, ബ്ലൗസൊക്കെ ഉണ്ട്. ഭയങ്കര തിരക്ക്. പാർക്കിങ്ങേ ഇല്ലതോ, ഫുള്ളാണ്. എന്തായാലും ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ പാർക്കിംഗ് കിട്ടി. പക്ഷെ ഭയങ്കര ട്രാഫിക്കാണ്. സ്പേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ എന്തോ ട്രാഫിക്കിൽ കിടക്കുക. പക്ഷേ എന്തോ ഭാഗ്യം ഞങ്ങൾക്ക് അവൻ്റെ കോട്ടുമായിട്ട് ഞാൻ മറിക്കും. ഇതിപ്പോൾ ഖത്താറയിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അത് എല്ലാം കാണിച്ചു തരാം. പിന്നെ ചെറി ബ്ലോസം പോയി കണ്ടിട്ട് വരാം. പിന്നെ എന്തോ ഒരു ഫ്ലവർ ഷോയും കൂടെ ഇവിടെ നടക്കുന്നതെന്ന് തോന്നുന്നു, ഒറിജിനൽ ഫ്ലവറിൻ്റെ. അപ്പോൾ അതൊക്കെ നമുക്ക് പോയി കാണാം. ഓക്കെ, എല്ലാം നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. ഓക്കെ, ജോർഗൻസ് ആയിരിക്കും. ജോർഗൻസ്. എനിക്ക് ഇവിടെ എന്തൊരു തിരക്കാണല്ലേ. ഇത് കാണാൻ വേണ്ടിയിട്ടും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ്. ശരിക്കും ഞാനിവിടെ ഒരു 8 വർഷമായി. പക്ഷെ ഞാനിവിടെ ഒന്നും ഇങ്ങനെ വന്നിട്ടൊന്നുമില്ല. ഈ മക്കൾ വരുമ്പോഴാണ് ഞാനിങ്ങനെയൊക്കെ പോവുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ അങ്ങനെ നോർമലി ഞാൻ പോകാറൊന്നുമില്ല. ഇതാണ് നമ്മളെ ഫേമസ് ആയിട്ടുള്ള ചെറി ബ്ലോസം സ്പേസ്. ഇതാണ് ഗൈസ് എല്ലാവരും പറഞ്ഞ ചെറി ബ്ലോസത്തിൻ്റെ ഖത്താറ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ ആർട്ടിഫിഷ്യലാണെന്ന്. ഞാൻ കേട്ടായിരുന്നു ഇത് ആർട്ടിഫിഷ്യലാണെന്ന്. അത് ഒറിജിനൽ അല്ല എന്നുള്ളത്. അതെല്ലാം ആർട്ടിഫിഷ്യലാണ്. ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്യും കേട്ടോ. ഞങ്ങൾ ഫോട്ടോ എടുക്കുമല്ല, ഞങ്ങൾ വീഡിയോ പിടിക്കുമായിരുന്നു. ജപ്പാനും കൊറിയനും ഒക്കെ എന്തുവാ കൊറിയൊക്കെയാണെന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ച് ഇത് ഫുൾ ആർട്ടിഫിഷ്യലാണ്. ഒന്നുമില്ല ഇതിനകത്ത് റിയാലിറ്റി ആയിട്ട്. പിന്നെ ഭയങ്കര ജനമാണ്, ഒരു രക്ഷയില്ല കേട്ടോ. ഇടയ്ക്കൂടെ ഞങ്ങളും ഇങ്ങനെ കുത്തിയൊക്കെ പോവുകയാണ്. ഇവിടെ ഫുള്ളും റീൽസും ഫോട്ടോ എടുപ്പും. അതെ, ഇൻസ്റ്റയ്ക്ക് വേണ്ടിയിട്ടുള്ളതും ഒക്കെ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇവിടെ വേറെ ഒന്നുമില്ല. കുറേ ആൾക്കാരും എല്ലാ ഫോട്ടോ തന്നെ എടുത്തോണ്ടിരിക്കുക, വീഡിയോസും എടുത്തോണ്ടിരിക്കുകയാണ്. ഞങ്ങളും അതൊക്കെ തന്നെ ചെയ്യുന്ന കേട്ടാ. ഇനി കൊച്ചിൻ്റെ ഫോട്ടോ ഡാൻസ് ഉണ്ടെങ്കിലേ ഉള്ളൂ. അയാൾക്കാണ് ഇങ്ങനെ ആൾക്കാരൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഡാൻസ് ചെയ്യാനൊക്കെ ഭയങ്കര നാണവും ഒക്കെ വരുന്നത്. ഫിലിപ്പിനോസിനൊന്നും പിന്നെ അങ്ങനൊരു ഷൈ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവരിവിടെ നിന്ന് ഫുള്ള് ഡാൻസാണ്. ഇവിടെ കംപ്ലീറ്റ് ഫിലിപ്പിനോസിനെ തട്ടി ഞങ്ങൾ വീഴും. നല്ല ഡാൻസൊക്കെ കൂടുതലും കളിക്കുന്നത് ഫിലിപ്പിനോസാണ്, അല്ലാതെ വേറെ ആരും കളിക്കുകയൊന്നും ചെയ്യുന്നില്ല. മോളിനകത്ത് AC ഉണ്ടായതുകൊണ്ട് ഇതുവഴി നടക്കാൻ നല്ല സുഖമുണ്ടല്ലേ. അല്ലേ, എന്നാൽ ചൂട് കുറഞ്ഞ് എന്നാലും കുറച്ച് AC-യുടെ ഒരു ഫീലുണ്ട്. അതുകൊണ്ട് സുഖമുണ്ട്. ഇവിടെ താഴെ കൂടെ AC ഉണ്ടെന്ന് തോന്നുന്നു. കാര്യം ഒരു തണുപ്പ് അടിക്കുന്നുണ്ട് ഇവിടെ. പിന്നെ മിക്ക മോളിലൊക്കെ ഇങ്ങനെ പുറത്താണെങ്കിലും AC ഉണ്ടാവും. അതുകൊണ്ടൊരു സുഖമാണ് നടന്നു പോവാനായിട്ട്. കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഇറങ്ങി. ശരിക്കും ഇപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ക്രൗഡിനകത്തോട്ട് പോകുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ ഇങ്ങനെ ഇറങ്ങി. ഇനി പിയാനോ സ്റ്റെപ്പിൽ പോകും. അവിടെയും തിരക്ക് കാണരുതെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിയാനോ സ്റ്റെപ്പ് പിന്നിപ്പം അത്ര വലിയ ഫേമസ് അല്ല ഇവിടെ ഖത്തറിൽ. ഇപ്പോൾ ഇതാണ് റീൽസും ടിക്ടോക്കും ഒക്കെ കൈ അടക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും തിരക്ക് വന്നത്. അല്ലെങ്കിൽ ഇത്ര തിരക്കൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. അപ്പോൾ ഇനി പിയാനോ സ്റ്റെപ്പ് പോയി കാണിക്കാം. അപ്പോൾ നമുക്ക് പതുക്കെ പോവാം. ഇവിടെ അടുത്ത് തന്നെയാണ് അതും. ഖത്തറിൽ ജോലി കിട്ടിയ സമയത്താണെങ്കിൽ പിന്നെ ഞാൻ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഇവരെ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നേ. അപ്പം ആ കമ്പനിയിലായിരുന്ന സമയത്ത് എനിക്ക് ഇവരെ കൊണ്ടുവരാനൊന്നും പറ്റത്തില്ലായിരുന്നു. എൻ്റെ വിസയിൽ ഇവർക്ക് ഇവിടെ വരാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തില്ലെന്ന് പറഞ്ഞു വിടേണ്ടത് വെച്ചു. പിന്നെ രണ്ടാമത് ഇപ്പോൾ കയറിയ കമ്പനിയിൽ എൻ്റെ വിസയിൽ ഇവരെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നേ. അപ്പോൾ ഇവരെ ഒരു വട്ടമെങ്കിലും എനിക്ക് ഇവിടെയൊക്കെ കൊണ്ടുവന്ന് കാണിക്കണം, എല്ലാ സ്ഥലങ്ങളും കൊണ്ടുപോകണം എന്നൊക്കെ വിചാരിച്ച് ഭയങ്കര ഒരു ആഗ്രഹവും ഒക്കെ ആയിരുന്നു. കൊണ്ടുവരാൻ പറ്റാത്തതിനകത്ത് എനിക്ക് വിഷമവും ഉണ്ടായിരുന്നു. അപ്പം ഇപ്പം ഒരു വട്ടം വരണമെന്ന് വിചാരിച്ച ആൾക്കാരിപ്പം രണ്ടാമത്തെ വട്ടവും എത്തിക്കഴിഞ്ഞ്. അപ്പം ഇനി ഓരോ വെക്കേഷൻ ഇപ്പോൾ കാത്തിരിക്കുക ഇങ്ങോട്ട് ഓടി വരാനായിട്ട്. അല്ലേ ആന്റി വെച്ചോ?
അതെ ഓഫ് കോഴ്സ് എനിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പം ആ, എന്താ എനിക്ക് നെക്സ്റ്റ് മന്ത് എക്സാം ആണ്. പക്ഷേ ഞാൻ എക്സാം കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചാൽ അത് നടക്കത്തില്ല. അതുകൊണ്ടാണ് ഇപ്പം വന്നിട്ട് എക്സാം ആകുമ്പോഴത്തേക്കും ഞാൻ തിരിച്ചു പോകുന്നത്. എല്ലാം പഠിക്കുന്നുണ്ടോ? പഠിക്കില്ല, അതൊക്കെ നമ്മളങ്ങ് എഴുതും. അവസാനം അവന്തി എല്ലാം ഇങ്ങനെ ധ്യാനിച്ചങ്ങ് എഴുതും പരീക്ഷയ്ക്കകത്ത്. ഒന്നും പഠിച്ചിട്ടില്ലെന്നേ. ഞാനിങ്ങനെ പറയുമ്പോൾ മാത്രം ഇങ്ങനെ എന്താ ബുക്കും ലാപ്ടോപ്പും ഒക്കെ തുറന്നു വെച്ചോണ്ടിരിക്കും. പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ കാണാൻ ഇരുന്ന് ഉറങ്ങുന്നത്, പിന്നെ ടി വി കാണുന്നതാണ്. അവന്തി ഇങ്ങനെ പരീക്ഷാ ഹാളിൽ ചെന്നിരുന്ന് കബഡി നിരത്തും. എന്നിട്ട് ഇങ്ങനെ ഇല്ലേ എന്താ ആവാഹിച്ചെടുക്കുന്നെടുക്കും, വരൂ വരൂ എന്ന് പറയുമ്പോൾ അവന്തി അങ്ങനെ അവന്തി പരീക്ഷയൊക്കെ അങ്ങ് എഴുതും. എന്താവോ ദൈവമേ, എനിക്കറിഞ്ഞൂടാ. സപ്ലിയൊക്കെ മേടിച്ച് കൂട്ടുമോ എന്തോ. ദച്ചു ആണെങ്കിൽ പിന്നെ ഇനി സ്കൂൾ തുറക്കുമ്പോഴേ പോകുന്നുള്ളൂ. ഇപ്പോഴൊന്നും ദച്ചു പോകുന്നില്ല. ദച്ചു ഇപ്പം എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പോണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനിയിപ്പോൾ ഞാൻ ഓഗസ്റ്റിൽ നാട്ടിൽ പോവും, സെപ്റ്റംബറിൽ ഓണത്തിന് കൂടാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ കൂടെ വരട്ടെ എന്നൊക്കെയാണ് ഇപ്പം പതുക്കെ നൈസായിട്ട് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പോണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയോ സൗണ്ടും പാട്ടുമൊക്കെ കേൾക്കുന്ന കോപ്പിറൈറ്റ് അടിക്കുമെന്ന് അറിയത്തില്ല. അപ്പം നമുക്ക് ഇവിടുന്ന് പയ്യെ പോവാം. ഇതാണ് ഖത്തറിൻ്റെ മിനി വെനീസ് എന്ന് പറയുന്ന സ്ഥലം. ഏകദേശം വെനീസിനെ പോലെ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടുത്തെ കുറേ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ പിയാനോ സ്റ്റെപ്പ്. ഈ പിയാനോ സ്റ്റെപ്പിനകത്ത് ഓരോന്നിനകത്ത് നടക്കുമ്പം ഓരോരോ മ്യൂസിക് കേൾക്കാം. കണ്ടോ, ഓരോ ആൾക്കാരിങ്ങനെ നടന്നു പോകുമ്പോൾ അതിൻ്റെ മ്യൂസിക്കാണ് ഈ കേൾക്കുന്നത്. അവന്തിക്ക് ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് തെച്ചു പിയാനോ പരീക്ഷിക്കാൻ പോവുകയാണേ. ഓരോ സ്റ്റെപ്പിൽ അവർ ചവിട്ടുമ്പോഴത്തേനും ഓരോരോ സൗണ്ട് വരുന്നുണ്ട്. അവർ ചവിട്ടത് എന്തോ ശരിയല്ല തോന്നുന്നു, അതുകൊണ്ടാണ്. ബായോ ഇത്തിരി ഉറപ്പിച്ച് ചവിട്ട്, അന്നേരം അത് കേൾക്കുള്ളൂ. പേടിച്ച് നടക്കുന്നതായിരുന്നു കണക്ക്. അവന്തി തെച്ചു സ്പീഡ് വരണേ, എന്നാലേ നല്ലപോലെ സൗണ്ട് കേൾക്കത്തുള്ളൂ. വായോ ഇതെങ്ങനെയുണ്ട് ഗൈസ് പറയും. നല്ല രസമല്ലേ കാണാൻ? ഒരു മിനിറ്റ്, ആൾക്കാരൊക്കെ ഇങ്ങനെ ബോട്ടിലൊക്കെ പോകുന്നു. അവന്തി വാവ ഇവിടെ കുഞ്ഞ് കളി തുടങ്ങിയിട്ടുണ്ട്. സ്റ്റെപ്പിൽ ഇറക്കാം. വാ മോളെ, കുഞ്ഞ് വാ. കുഞ്ഞ് ഓടിയോ. കുഞ്ഞ് വരും, എൻ്റെ കുഞ്ഞ്. വരുന്നു. ഓരോരോ പിയാനോയിൽ ഓരോരോ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓരോരുത്തരും ഇത് തന്നെ എല്ലാവരും ഇവിടെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വന്ന് ലച്ചു ഇങ്ങനെ വീണ്ടും മേലോട്ട് കയറി പോവുകയാണേ. തിരിച്ച് വീണ്ടും അവിടെ നിന്ന് ഇങ്ങനെ പിയാനോയുടെ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് മേളി വരെ എത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. വാ അവിടെ ചെന്ന് ഡാൻസൊക്കെ കളിച്ചിട്ട് ഇറങ്ങി വരുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ക്ഷീണിച്ചേട്ടാ സ്റ്റെപ്പ് കയറിയിട്ട്. എങ്ങനെയുണ്ട് തെച്ചു? കാല് തോന്നുന്നോ? ഈ പ്രാവശ്യം ഇവരിവിടെ വന്നില്ലായിരുന്നു. പക്ഷെ അവിടുത്തെ വരെ വന്നിട്ട് ശരിയാ, അന്ന് ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് രാവിലെയാണ് വന്നത്. അപ്പം ഇവിടെ ഒന്നും ഓപ്പൺ ആയിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പം അന്ന് വന്നിട്ട് ആശ്രമം ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ പോയി. എന്നാൽ ഈ പ്രാവശ്യം കണ്ടുപിടിക്കാൻ പറ്റില്ല. ശരിയാ, രാവിലെ വരികയും ചെയ്തു നമ്മൾ. ഞാൻ പിന്നെ ഇടയ്ക്ക് ഒറ്റയ്ക്ക് ഒരു വട്ടം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ബാസ്കിൻ റോബിൻസിൻ്റെ ഐസ്ക്രീം പാർലറുണ്ട്. അപ്പോൾ എൻ്റെ കൊച്ചു വാവകൾക്ക് അത് വേണം. അങ്ങനെ അത് മേടിക്കാനായിട്ട് അപ്പം നടന്നിങ്ങനെ പോവുകയാണേ. തിരിച്ചു കാണേര്. ഇത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ദോഹ തന്നെയാണോ എന്ന് എനിക്ക് എന്നെ ഭയങ്കര സംശയമായിരുന്നേ. അത്രയും വണ്ടർഫുള്ളാണ് ഈ പ്ലേസ്. ഒരു ശരിക്കും എന്താ ഒരു യൂറോപ്പ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു കൺട്രീനെ പോലെ അവിടത്തേക്കൊരു ബിൽഡിങ്ങിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെയാണ് ഇവിടുത്തെ ഒരു. ഇതൊരു ബിസിനസ് ടവറും കൂടിയാണ്. ഇവിടെ വന്നിട്ടുണ്ട്, ഒഫീഷ്യലി ഞാൻ വന്നിട്ടുണ്ട് ഒരാവശ്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഇവിടുത്തെ ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ എന്നൊക്കെ പറയുന്നതും ഒരു യൂറോപ്പ് മോഡൽ ഒക്കെയാണ് ഇവിടെ.
ഇവിടെ മൊത്തം നല്ല പൈസ മണി ദുട്ടൊക്കെ ഉള്ള ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. അല്ലാത്ത ആൾക്കാർക്കൊന്നും ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല. അത്ര എക്സ്പെൻസീവാണ് ഇവിടെ. ഇതിൽ ദച്ചു ഏതായിരിക്കും സെലക്ട് ചെയ്യുന്നതെന്ന് ഞങ്ങൾ രണ്ടുപേരും ഗസ് ചെയ്യട്ടെ. നത്തിങ് അതർ ദാൻ കൂതറ മിൻറ്റ് പേസ്റ്റ്. എന്ത് ഇതിനകത്ത് ഏത് ഫ്ലേവർ ആയിരിക്കും എടുക്കുന്നത് എന്നുള്ളത് ഗൈസ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നമുക്ക് നോക്കാം. ഗൈസ് ദച്ചു വേറെ ഫ്ലേവറൊക്കെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവസാനം പിന്നെയും ആ മിൻറ്റിൽ തന്നെ എത്തി. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. ഗൈസ് ഞാൻ വന്നിട്ട് സ്ട്രോബെറി ചീസ് കേക്ക് എന്ന ഫ്ലേവർ എടുത്ത് ദച്ചു ആസ് യൂഷ്വൽ മിൻറ്റ് ചോക്ലേറ്റ് ചിപ്പ്. ചോക്ലേറ്റ് ചിപ്സ്. ഇവിടെ ഇങ്ങനെ ബോട്ടിനകത്ത് ഇങ്ങനെ ആൾക്കാരൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. 20 മിനിറ്റത്തേക്ക് 12 റിയാലാണ്. ജസ്റ്റ് ഇതിൻ്റെ റൗണ്ടും കൊണ്ടുവന്ന് ചുറ്റിക്കറക്കി അവർ കൊണ്ട് കാണിക്കും. ആക്ച്വലി ഞങ്ങൾക്ക് ടാറ്റയൊക്കെ കാണിക്കുന്ന ആൾ. ഞങ്ങൾക്കും പോണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത ബോട്ട് ഇതാ ഇവിടെ വന്ന് ലാൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അടുത്തത് ഇങ്ങനെ പോകുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ദച്ചു ഇങ്ങനെ ആലോചിക്കുകയാണ് പോവുകയാണോ വേണ്ടയോ എന്നുള്ളത്. എനിക്കും ദച്ചുനും അവന്തിക്കും പോകണമെന്നുണ്ട്. അവന്തി തീരുമാനം ഇതുവരെ ഒഴിഞ്ഞിട്ടില്ല. എന്നാലേ ഞങ്ങൾക്ക് അങ്ങോട്ട് തീരുമാനിക്കാൻ പറ്റൂ പോകണോ വേണ്ടയോ എന്നുള്ളത്. സോ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ വ്ളോഗ് ഇവിടെ വൈൻഡ് ചെയ്യുക. ഇന്നത്തെ ഒരു ദിവസം അടിപൊളിയായിരുന്നു. രാവിലെ മുതലേ ഇങ്ങനെ കറങ്ങിയൊക്കെ നടക്കായിരുന്നു. രാവിലെ എണീറ്റു. എന്നിട്ട് ചോറ്, അവിയൽ, വെണ്ടയ്ക്ക മെഴുക്കുരട്ടി, മീൻ കറി, മോരൊക്കെ വെച്ച് ഞങ്ങളതൊക്കെ കഴിച്ച് തൈര് രാവിലെ പഴങ്കഞ്ഞി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉച്ചക്കത്തേക്ക് ലഞ്ച് ഉണ്ടാക്കിയപ്പോൾ ഓരോരുത്തർക്ക് പഴങ്കഞ്ഞി കുടിക്കണമെന്നൊരാഗ്രഹം. പിന്നെ അത് പഴങ്കഞ്ഞിയാക്കി. പിന്നെ അത് കഴിച്ചു. എന്നിട്ട് ഇറങ്ങി. പിന്നെ ഉച്ചയായപ്പോൾ തിരിച്ച് വീട്ടിൽ വന്ന്. അപ്പം നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വീണ്ടും ചോറ് കഴിച്ച് ഞാൻ പൊറോട്ട കഴിച്ചു. പൊറോട്ടയും ബീഫും അങ്ങനെ കഴിച്ച് ഞങ്ങൾ പിന്നെ ഇറങ്ങി. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ അപ്പം ഞങ്ങളിവിടെ വൈൻഡ് ചെയ്യാണ്. അപ്പം ഒരു സിനിമ ഉണ്ടല്ലോ എന്നൊരു ആലോചനയുണ്ട്. സമയം ശരിയാവുകയാണെങ്കിൽ മാത്രമേ കാണൂ. എന്താ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് നല്ല രീതിയിൽ എഴുതി വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള കമൻ്റ് ഒന്നും ഇടരുത്. അതെ ഞങ്ങൾ കരയുവേ. അപ്പം ബൈ.